ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ, മണലൂരിൽ TN പ്രതാപൻ, നാട്ടികയിൽ സുനിൽ ലാലൂർ എന്നിവർ മത്സരരംഗത്ത്. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയായി 2020 ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജി നൽകി. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭാ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശ്യനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. 55 പേരുടെ ആദ്യ പട്ടികയാണ് പുറത്തിറക്കിയത്. തൃശൂർ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ട്. തൃശൂർ നിയോജക മണ്ഡലത്തിൽ മുൻ മേയർ രാജൻ പല്ലനാണ് സ്ഥാനാർത്ഥി. നാട്ടിക സുനിൽ ലാലൂർ, മണലൂർ TN പ്രതാപൻ, ഒല്ലൂർ ഷാജി കോടങ്കണ്ടത്ത്, കയ്പമംഗലം TM നാസർ, പുതുക്കാട് KM ബാബുരാജ്, ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, കൊടുങ്ങല്ലൂർ OJ ജെനീഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ചേലക്കര ലീഗിന് നൽകുമെന്നാണ് സൂചന. ഗുരുവായൂരിൽ ലീഗിലെ CH റഷീദും ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടനും ജനവിധി തേടും. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന MK മുനീറിന് സീറ്റില്ല. ഫൈസൽ ബാബുവാണ് കോഴിക്കോട് സൌത്തിൽ ലീഗ് സ്ഥാനാർത്ഥി. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയ്ക്ക് പകരം മലപ്പുറത്ത് നിന്ന് ജനവിധി തേടും. വേങ്ങരയിൽ KM ഷാജിയാണ് സ്ഥാനാർത്ഥി. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ ലീഗ് ടിക്കറ്റിൽ ജനവിധി തേടും. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ മത്സരിക്കും. കൊടുവള്ളിയിൽ PK ഫിറോസും താനൂരിൽ PK നവാസുമാണ് സ്ഥാനാർത്ഥികൾ. കൊടുങ്ങല്ലൂരിൽ NDA സ്ഥാനാർത്ഥിയായി 2020 ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. BJP ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിയിരുന്നുവെങ്കിലും അവസാനവട്ട ചർച്ചയിൽ 2020 സീറ്റ് നൽകുകയായിരുന്നു. ഗോപാലകൃഷ്ണന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകുമോ എന്നതിൽ തീരുമാനം ആയിട്ടില്ല. കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ് PhD ബിരുദധാരിയാണ്. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് മേഖലകളിലും സ്വദേശത്തും വിദേശത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വർഗീസ് ജോർജ് 2020 പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ ഭർത്താവാണ് വർഗീസ് ജോർജ്. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. തിങ്കളാഴ്ചയാണ് CC മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത്. തിങ്കളാഴ്ചത്തെ തീയതി വെച്ചാണ് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ CC മുകുന്ദനെ CPIയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. നാട്ടിക മണ്ഡലത്തിൽ മുകുന്ദന് പകരം ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഗീതാഗോപിയുടേത് പേയ്മെന്റ് സീറ്റ് എന്ന് വിമർശിച്ച CC മുകുന്ദൻ പണം പിരിച്ചു നൽകാൻ കഴിയാത്തതിനാലാണ് തന്നെ ഒഴിവാക്കിയതെന്നും ആരോപിച്ചു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. പിന്നീടാണ് മുകുന്ദൻ BJPയിൽ ചേർന്നത്. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒല്ലൂർ SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, വിനീത്, നീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SI വരുൺ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്, നീരജ് എന്നിവരുടെ കൈക്കും വിനീതിന്റെ കഴുത്തിലുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് കൊഴുക്കുള്ളി സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ
വിഷ്ണുജിത്ത്, എളങ്കാട്ടിൽ ജിഷ്ണു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇരുവരും. വിഷ്ണുജിത്തിനെ പിടികൂടുന്നതിനിടെയാണ് പോലീസ് വീട്ടിലെത്തിയത്. വീടിനകത്ത് കയറി പിടികൂടുന്നതിനിടെയാണ് അടുക്കളയിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന വിഷ്ണുജിത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പോലീസുകാർക്ക് നേരെ വീശിയത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാർ കുഴഞ്ഞു വീണു. പോട്ട സ്വദേശി ചിന്നു, വെള്ളാഞ്ചിറ സ്വദേശി ജസ്ന എന്നിവരാണ് കനത്ത ചൂടിൽ തല കറങ്ങി വീണത്. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ആരോഗ്യ പ്രോട്ടോകോൾ പാലിക്കാതെ ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്യിക്കുന്നതിനെതിരെ LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ടുമായി ചർച്ച നടത്തിയ ശേഷം തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തൊഴിലാളികൾ കുഴഞ്ഞു വീണത്. സംഭവം അറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, കൌൺസിലർമാരായ VJ ജോഷി, ഉഷ പരമേശ്വരൻ, മുൻ കൌൺസിലർ CS സുരേഷ് എന്നിവർ സ്ഥലത്തെത്തി. ഹെൽത്ത് സൂപ്രണ്ട് ജോൺ ദേവസിയുമായി നേതാക്കൾ ചർച്ച നടത്തി. തുടർന്ന് തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാക്കി നിജപ്പെടുത്തി. ഇതിനിടയിൽ 11 മണി മുതൽ നേരിട്ട് തൊഴിലാളികൾക്ക് വെയിലിലേൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുമെന്നും സൂപ്രണ്ട് പറഞ്ഞു. തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം നൽകിയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി പറഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ ചാലക്കുടി നഗരസഭ സെക്രട്ടറിയോ ബന്ധപ്പെട്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഈ ഓർഡർ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട 2 സ്ത്രീ തൊഴിലാളികൾ തലകറങ്ങി വീണിട്ടുള്ളത്. ഈ തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. വേറെ ഒരു തദ്ദേശ ഭവന സ്ഥാപനങ്ങളിലും ഇങ്ങനെ കാലത്ത് 7 മണിക്ക് പണിക്കിറങ്ങിയാൽ അല്ലെങ്കിൽ 6 മണിക്ക് പണിക്കിറങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ, അല്ലെങ്കിൽ 4 മണി വരെ, 4 മണി വരെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. വള്ളത്തോൾ നഗർ താഴപ്ര സ്വദേശി സന്ധ്യയ്ക്കാണ് പൊള്ളലേറ്റത്. വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിന് പപ്പടം വറക്കുന്നതിനിടയിലാണ് പൊള്ളലേറ്റത്. മുഖത്തും ദേഹത്തും പൊള്ളലേറ്റ ഇവരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂർ സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. തുറന്ന കാറിൽ സഞ്ചരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും അഭിവാദ്യം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പാർട്ടി പതാകകളും ബലൂണുകളുമായി നേതാക്കളും പ്രവർത്തകരും അണിചേർന്നു. പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു.
ക്രിസ്റ്റഫർ നഗറിൽ യുവതിയെ അയൽവാസി വീടിന് സമീപം റോഡിൽ വെച്ച് കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി റിമാൻഡിലായി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്രിസ്റ്റഫർ നഗർ സ്വദേശി പൊറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൾ സൗമ്യയെ കുത്തിക്കൊന്നത്. പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസിനെ നാട്ടുകാരുടെ സഹായത്തോടെ ഒല്ലൂർ പോലീസ് പിടികൂടുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഓടിപ്പോകുന്നതിനിടെ കിണറ്റിൽ വീണ പ്രതിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പോലീസ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിൻമാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ, ഓഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കരുത്. ജാതി, മതം, വർഗം, കമ്മ്യൂണിറ്റി എന്നിവയുടെ പേരിൽ വിഭാഗീയതയോ ശത്രുതയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. വോട്ടെടുപ്പ് തീയതി, സ്ഥാനാർത്ഥികൾ, വർഗീയ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. പാചകവാതക ക്ഷാമം പരിഹരിക്കുക, പെട്രോൾ, ഡീസൽ എന്നിവയുടെ മേൽ ഈടാക്കുന്ന നികുതി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് താഴേക്കാടൻ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജിഒ ജോസഫ്, പോളി റാഫേൽ, VC വിൻസെന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റുമാരെ, അതോടൊപ്പം തന്നെ ക്ഷാമം പരിഹരിക്കുക, സ്വാഗത പ്രസംഗം നിർവഹിച്ച ഹിറ്റ്ലസ് ചാക്കുന്നു ഇന്ന് ഇല്ലാതായിരിക്കുന്നു. വാണിജ്യ റെസ്റ്റോറന്റുകൾ അതുപോലെ ഈ വിവാഹ അടച്ചുപൂട്ടിയിരിക്കുന്നു. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ സാക്ഷിയാക്കി ED കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ജയസൂര്യ പ്രതിയാകില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്ത് ED മരവിപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സ്വാതിക് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള സേവ് ബോക്സ് ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. കരാറിനേക്കാൾ കൂടിയ തുക ജയസൂര്യയുടെ അക്കൌണ്ടിലെത്തിയെന്നും കമ്പനി ഉടമകൾ തട്ടിപ്പിലൂടെ നേടിയ കള്ളപ്പണമാണിതെന്നും വിശദീകരിച്ചാണ് ED ജയസൂര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. കേസിൽ 2 വട്ടം ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ബെവ്കോ പ്രീമിയം കൌണ്ടറുകളിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉത്തരവ് പിൻവലിച്ചു. പതിവ് പോലെ പണമിടപാട് നടത്താമെന്നാണ് നിർദ്ദേശം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൌണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്ന് MD ഹർഷിത അട്ടലൂരി നിർദ്ദേശം നൽകിയിരുന്നു. പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നത് ബുദ്ധിമുട്ടുകൾ കൂട്ടുമെന്നും ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണമാകുമെന്നും ആശങ്ക ഉയർന്നു. ഇതിന് പിന്നാലെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് മാത്രം എന്ന ഉത്തരവ് പിൻവലിക്കുന്നത്. ചേർപ്പിൽ ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയ്ക്കും കാമുകനും ജീവപര്യന്തം തടവും 8 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രേഷ്മ
ബബിയെയും കാമുകൻ ഭിരുവിനെയുമാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2021 ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം. ദമ്പതികളായ രേഷ്മ ബബിയും ഭർത്താവ് സ്വർണ്ണ പണിക്കാരനായ മൻസൂർ മാലിക്കും ചേർപ്പ് പാറക്കോവിലിനടുത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. മൻസൂറിന്റെ ജീവനക്കാരായ ഭിരുവുമായി പ്രണയത്തിലായ രേഷ്മ കുട്ടികൾ ഉറങ്ങിയ ശേഷം മദ്യം നൽകി മയക്കി മൻസൂർ മാലിക്കിനെ ബെഡ്റൂമിൽ പാറ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി കാമുകന്റെ സഹായത്തോടെ കുഴിച്ചു മൂടിയെന്നാണ് കേസ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ അതിക്രമിച്ചു കയറി സെക്രട്ടറിയെയും ജനപ്രതിനിധികളെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ 4 മണിക്കൂർ തടഞ്ഞുവച്ച CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് UDF മാള സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. PK നൌഷാദ്, KK രവി നമ്പൂതിരി, PD ജോസ്, സോയി കോലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനെ നേരിടാൻ 1 മണിക്കൂർ മുൻപ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് വഴി തടഞ്ഞതിനെ തുടർന്ന് മാള വലിയ പറമ്പ് റോഡിലെ വാഹന ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ചാലക്കുടി പുഴയിലെ വെള്ളത്തിന്റെ കുറവ് ജലസേചന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു. പലയിടത്തും നെൽകൃഷി കരിഞ്ഞുണങ്ങി. പൊരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുതി ഉൽപാദനം ഏറ്റവും താഴ്ന്ന രീതിയിലെത്തിയതാണ് തുമ്പൂർ മൊഴിയിൽ നിന്നാരംഭിക്കുന്ന കനാലുകൾക്ക് വിനയായത്. മുൻപ് 2.5 മീറ്റർ ഉയരത്തിൽ വെള്ളം ഒഴുകിയിരുന്ന കനാലുകൾ ഇന്ന് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ചെറിയ പുഴ പോലെ പ്രവർത്തിച്ചിരുന്ന മെയിൻ കനാൽ, ഉപകനാൽ ശൃംഖല ഹെക്ടർ കണക്കിന് പ്രദേശങ്ങളെ ഹരിതാപമാക്കിയിരുന്നു. ഇന്നാകട്ടെ ഏറ്റവും ഉയർന്ന വെള്ളം 1.60 മീറ്റർ, അതും പുലർച്ചെ മുതൽ 2 മണിക്കൂർ വരെ മാത്രം. പിന്നീട് ശോഷിച്ച് അത് 1/2 മീറ്ററിലെത്തി നിൽക്കും. മറ്റത്തൂർ മാള മെയിൻ കനാലുകളെ ആശ്രയിക്കുന്ന നെൽകർഷകരും കുടിവെള്ള പദ്ധതികളും ഇപ്പോൾ പ്രതിസന്ധിയിലായി. ബ്രാഞ്ച് കനാലുകളിൽ വെള്ളം വിടുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമാണ്. ഇത് കിണറുകളെ വരണ്ടതാക്കി. കാര്യമായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിലേക്ക് കൂടി നാടെത്തിച്ചേരും. ജലക്ഷാമത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും ഫലമുണ്ടായിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. റമദാനിലെ സന്ധ്യയിലെ ഓരോ സമൂഹ നോമ്പുതുറയും ഒരേ പന്തിയിൽ സ്നേഹവും സാഹോദര്യവും വിളമ്പുന്ന സംഗമങ്ങളായി മാറുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ജാതിമതഭേദമന്യേയുള്ള സ്നേഹത്തിന്റെയും സമൂഹ നോമ്പുതുറകളാണ് ഓരോ റമദാനെയും വേറിട്ടതാക്കുന്നത്. പണ്ട് പള്ളിയങ്കണങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമൂഹ നോമ്പുതുറകൾ ഇന്ന് സാംസ്കാരിക കൂട്ടായ്മകളും സൗഹൃദ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാത്ത സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന വിപുലമായ സംഗമങ്ങളായി മാറുന്നു. തിരക്കുകൾക്കിടയിലും ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാൻ ആളുകൾ ഓടിയെത്തുന്നു. ഒരേ നിരയിലിരുന്ന് നോമ്പു മുറിക്കുമ്പോൾ വലിയവനും ചെറിയവനും തമ്മിലുള്ള അകലങ്ങൾ അപ്രത്യക്ഷമാവുന്നു. ഓരോ സമൂഹ നോമ്പുതുറയും നമ്മെ പഠിപ്പിക്കുന്നത് വിഭവ സമൃദ്ധി ആസ്വദിക്കുന്നതിനേക്കാൾ വിശപ്പുള്ളവനെ ഓർക്കുന്നതാണ് വലിയ പുണ്യമെന്നാണ്. ഭക്ഷണമില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് ഒരു ചെറിയ പങ്ക് നീട്ടുമ്പോൾ അത് ദാനമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ സത്യമായ മുഖമാണ്. TCV ന്യൂസ്, തൃശൂർ. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ വ്യാഴാഴ്ച വെളുപ്പിന് ആരംഭിക്കും. പുലർച്ചെ 4-ന് നട തുറക്കും. തുടർന്ന് നിർമാല്യ ദർശനം, ശാസ്താവിന് കരിക്കഭിഷേകം എന്നിവ നടക്കും. 5:15-ന് ചുറ്റുവിളക്ക് ആരംഭിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം രാവിലെ 8-ന് തുടങ്ങും. പൂരത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ 13 ദിവസങ്ങളിലായി 23 ചുറ്റുവിളക്കുകൾ തെളിയും. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. പഞ്ചാബിൽ നടന്ന ദേശീയ വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിൽ ഇരിങ്ങാലക്കുട സ്വദേശി അഡ്വക്കേറ്റ് റിജേഷ് വടക്കേടത്തിന് മെഡൽ. 100 മീറ്റർ ഹഡിൽസിൽ 1-ാം സ്ഥാനവും ട്രിപ്പിൾ ജമ്പിൽ 3-ാം സ്ഥാനവും ജാവലിൻ ത്രോയിൽ 3-ാം സ്ഥാനവും നേടി. 4x100 റിലേയിൽ വെള്ളി നേടിയ ടീമിലും അംഗമായിരുന്നു.
വെറ്ററൻസ് അത്ലറ്റിക്സ് ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹിയാണ് റിജേഷ്. തൃശൂർ അത്രേയ ആശുപത്രിയിൽ സംസ്ഥാനതല ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. റീസ്പൈൻ 2026 എന്ന പേരിലാണ് സെമിനാർ നടത്തിയത്. ആത്രേയ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ സെമിനാറിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാംകുമാർ മേനോൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിലെ ഓപ്പറേഷൻസ് ക്വാളിറ്റി ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ റമിൽ യേശുദാസ് ആശംസ അർപ്പിച്ചു. ആത്രേയ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റ് എൽസ പോൾ, കൊച്ചി രാജഗിരി ആശുപത്രി ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ വിജയൻ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ആത്രേയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറും ലീഡ് ന്യൂറോ സർജനുമായ ഡോക്ടർ രാംകുമാർ മേനോൻ, ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ പ്രഗത്ഭ ഹാർട്ട് ആൻഡ് മൈക്രോ സർജൻ ഡോക്ടർ ബിനോയ് PS, ആത്രേയ ആശുപത്രി സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ ഡെയിൻ ഡേവിസ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ഡോക്ടർ സുബിൻ സോളമൻ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഹാൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ അഭിരാമി AS തുടങ്ങി മധ്യകേരളത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ റീഹാബിലിറ്റേഷനിലെ നൂതന സാധ്യതകളെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രിൻസിപ്പൽമാർ, ഡോക്ടർമാർ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ക്യാമ്പസിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രിൻസിപ്പൽ പ്രൊഫസർ റീന എ തങ്കരാജ് നിർവഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ P. അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ആഷ്ന പോൾസൺ, പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ മഞ്ജു, കോളേജ് യൂണിയൻ അഡ്വൈസർ സിതാര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ യുദ്ധവിരുദ്ധ റാലിയും കലാകാര സംഗമവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച യുദ്ധവിരുദ്ധ റാലി പട്ടാളം റോഡിലെ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന കലാകാര സംഗമം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ C. രാവുണ്ടി ഉദ്ഘാടനം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് മനു മോഹൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അരുൺ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. നന്ദകിഷോർ, C. രമാദേവി, ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് തൃശൂർ ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച പൊതുജന അവബോധ പരിപാടിയായ വെളിച്ചത്തിന്റെ വാർഷികം ശ്രദ്ധേയമായി. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ജനകീയ പൊതുജന ഗ്ലോക്കോമ അവബോധ പരിപാടിയായ വെളിച്ചത്തിന്റെ 12ാമത് പതിപ്പ് ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റാണി മേനോൻ, ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ പാർവതി മേനോൻ, സെൻട്രൽ മാനേജർ മനിത സുജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീഷ്, ജനറൽ മാനേജർ അജിത് കുമാർ, ഡോക്ടർമാർ, ജീവനക്കാർ, അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തുടർന്ന് ഡോക്ടർമാരും ജീവനക്കാരും അവതരിപ്പിച്ച കലാപരിപാടികൾ വാർഷികാഘോഷങ്ങളുടെ പെരുമയ്ക്ക് മാറ്റുകൂട്ടി. പതിവ് പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഗ്ലോക്കോമയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും സ്ഥിരമായ പരിശോധനയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വെളിച്ചത്തിന്റെ ലക്ഷ്യം. പരിപാടിയുടെ ഭാഗമായി ആശുപത്രിയുടെ എല്ലാ ശാഖകളിലും സൗജന്യ ഗ്ലോക്കോമ പരിശോധനാ ക്യാമ്പുകളും തൃശൂരിൽ ബോധവൽക്കരണ റാലിയും അപകട സാധ്യതയുള്ളവരെ സ്ഥിരമായി കണ്ണുപരിശോധനയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. തൃശൂരിൽ ആദ്യമായി മൈക്രോ ഇൻസിഷൻ ഗ്ലോക്കോമ ശസ്ത്രക്രിയ അവതരിപ്പിച്ചാണ് ഇത്തവണത്തെ ഗ്ലോക്കോമ വാരാചരണത്തിന് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽസ് തുടക്കം കുറിച്ചതെന്ന പ്രത്യേകതയുമുണ്ടായി. M. പീതാംബരൻ എഴുതിയ തൃശൂർ സുവോളജിക്കൽ പാർക്ക് വന്യജീവി സംരക്ഷണ ഗവേഷണ കേന്ദ്രം പരിശ്രമ ഘട്ടങ്ങൾ എന്ന പുസ്തകം തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ K. രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ N. രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഉല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് V. മുരളീധരൻ, പുത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോണി ചിറയത്ത്, അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C. M. മാത്യു, സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് P. രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെട്ടെന്നൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കില്ല എന്ന് അടുത്ത തലമുറയ്ക്ക് ഒരു ബോധ്യം ഉണ്ടാക്കണ്ടേ. സുവോളജിക്കൽ പാർക്ക് പെട്ടെന്ന് ഉണ്ടായതല്ലോ. അതിന് ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്.
സ്വർണം ഗ്രാമിന് 14,540, പവന് 1,16,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കാത്തിരിപ്പിനൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃശൂരിൽ രാജൻ പല്ലൻ, മണലൂരിൽ TN പ്രതാപൻ, നാട്ടുകയിൽ സുനിൽ ലാലൂർ എന്നിവർ മത്സര രംഗത്ത്. ഗുരുവായൂരിൽ CH റഷീദ് അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. NDA സ്ഥാനാർത്ഥിയായി 2020 ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കും. CPI വിട്ട CC മുകുന്ദൻ MLA സ്ഥാനം രാജിവെച്ചു. CC മുകുന്ദൻ സ്പീക്കർക്ക് രാജിക്കത്ത് നൽകി. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാക്രമണം. SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചാലക്കുടി മാർക്കറ്റിൽ ജോലിക്കിടെ നഗരസഭ താൽക്കാലിക ജീവനക്കാരികൾ കുഴഞ്ഞു വീണു. അവശനിലയിലായ ചിന്നു, ജസ്ന എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകക്കാരിക്ക് പൊള്ളലേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.